ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു കണവ പെരട്ടാണ് കേട്ടോ. ഇച്ചിരി തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെയും ഒക്കെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ മതി കേട്ടോ. നമ്മൾ ഒരു പ്ലേറ്റ് ചോറും വേഗം കഴിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കൂന്തൽ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു 400 ഗ്രാം കാണുമായിരിക്കുവേ. പിന്നെ ഇതിനായിട്ട് ആവശ്യമുള്ളത് സവാള, ഒരു മീഡിയം സൈസ് 2 സവാള നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മൾ ഈ കണവ ഫ്രൈഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആവശ്യമുള്ളവർ കയറി കാണണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവുകയും. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് സവാള 2 ഇല്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കരിയാപ്പലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ 1-2 അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ ഈ കണവയുടെ അനുസരിച്ച് നമുക്ക് സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ചെറിയ ഐറ്റംസിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു അത്യാവശ്യം മുഴുത്തൊരു തക്കാളിയായിരുന്നു കേട്ടോ. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഈ തക്കാളിയുടെയും ഇതൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറി വരുന്നുണ്ടല്ലേ. അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പൊടികളാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഇത് ഗരം മസാലപ്പൊടി ഈ പെരിഞ്ജീരകവും എല്ലാം കൂടെ അരച്ചതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയും കണ്ടും ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുവാണ്. ഗരം മസാല ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ഈ പച്ചമണമില്ലേ, അതൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതുപോലെ ചോറ്, ഇടിയപ്പം, എല്ലാത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിച്ചു. പിന്നെ വൈകുന്നേരം അപ്പത്തിൻ്റെ കൂടെയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണവയൊക്കെ ഇപ്പം എല്ലായിടത്തും കിട്ടുമല്ലോ. അപ്പം എല്ലാവരും മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ. എന്നിട്ട് നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ച് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് ആദ്യം നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പം അതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂന്തൽ പെരട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം ഞാൻ എന്താണ്ട ഇതുപോലെ വേഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കൂന്തലിൻ്റെയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതൊരു 10-15 മിനിറ്റ് വേണം വെന്ത് കിട്ടാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാവേ. അപ്പം നമ്മൾ വേറെ പാത്രമൊക്കെ ആണെങ്കിൽ, അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വഴണ്ടൊക്കെ വരും. ഇപ്പം ഞാൻ ചട്ടിയിലായതുകൊണ്ടാണ് കുറച്ച് താമസം എടുക്കുന്ന വഴണ്ട് വരാനായിട്ട്. അപ്പോൾ വേണ്ട നമ്മുടെ കൂന്തൽ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊരു 10-15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇതങ്ങോട്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒന്ന് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അടിപൊളി ഒരു ഐറ്റം